ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രാവശ്യത്തെ പോലെയും ഈ വീഡിയോയും 2 ദിവസം പഴക്കമുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. നേഴ്സസ് ഡേയുടെ അന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു നെയ്ച്ചോറിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും അതുപോലെ തന്നെ നമ്മുടെ പാർട്സ് ഇല്ലേ, ചിക്കൻ പാർട്സിൻ്റെ കറിയായിരുന്നു കേട്ടോ. കറി എന്ന് പറയാൻ പറ്റിയൊരു ഗ്രേവി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ചിക്കൻ പാർട്സ് ഇങ്ങനെ വെക്കുന്നത് അറിയാത്ത പല സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇത് കോമൺ ആണ്. നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്താണ് നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത പ്രത്യേകത. ഞാൻ ഇന്ന് അടുത്തുള്ള PHCയിൽ ജോയിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. സ്റ്റാഫ് കൂടെ ഉള്ളത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. അവളാണ് ഇന്ന് എൻ്റെ ഡ്രൈവർ. അപ്പോൾ ഇതാ ഞാൻ പോവാണ്. ഫുൾ കമ്പ്യൂട്ടറൈസ്ഡാണ്. 8 മണിക്കൂർ ഞാൻ അവിടെ നിന്നു കേട്ടോ PHCയിൽ. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവാണ്. കൂടെ ഉള്ളത് അമ്മയാണ് കേട്ടോ. അപ്പം അമ്മയെ അവിടെ തന്നെ പരിരക്ഷാ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി കാണിച്ചു തരാം. ഒരുപാട് നടക്കാനുണ്ട്. അതിന് പോകുന്ന വഴിയാണ് കേട്ടോ ഈ സുന്ദരിയെ കണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തു നിന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ നടന്നു, ക്ഷീണിച്ചൊരു ഭാഗത്തിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ മെട്രോ ബേക്കറി. ഇവിടെയാണ് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതും പിന്നെ നമ്മുടെ കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്നതും. നമ്മൾ ബിസ്ക്കറ്റ് കമ്പനി എന്നൊക്കെ പറയും. പിന്നെ അടുത്ത് നമ്മൾ ഈ വാഴത്തോട്ടത്തിലൂടെ പോവുകയാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതൊരു 4 മണി 5 മണി സമയമായിട്ടുണ്ട്. എങ്കിൽ പോലും നല്ല വെയിലാണ് കേട്ടോ. നല്ല ചൂടുള്ള വെയിലാണ്. അപ്പം കുടയൊക്കെ ഉണ്ട്, എന്നാലും നല്ല ചൂടുണ്ട്. ഇതാ ഞങ്ങൾ നടന്ന് ഞങ്ങൾ വീട്ടിലേക്കുള്ള റോഡാണ്. പിന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും യാത്രയാണ് കേട്ടോ ഞങ്ങൾക്ക്. ഇതാ നൈറ്റിൽ ഞങ്ങൾ വീണ്ടും യാത്ര പോയിട്ട് തിരിച്ച് വരുന്ന വഴിയായിട്ട് ഞങ്ങൾ ഈ ആകാശത്ത് ഇത്രയും ഭംഗിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് കണ്ടത്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് KSRTCയിൽ വരുമ്പോഴാട്ടോ ഞങ്ങളിത് കണ്ടത്. കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. അത് നോക്കിയിരുന്നപ്പോഴാണ് മുന്നേ നമ്മളൊരു പള്ളി കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മലപ്പുറം പോകുന്ന വഴിയാട്ടോ. നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു താജ്മഹൽ പോലെയൊക്കെ തോന്നില്ലേ. ഞങ്ങൾ കുറേ നേരം അത് വെയിറ്റ് ചെയ്തിട്ടാണ് അത് അവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഈ KSRTCയിൽ വരുന്ന സമയത്ത് ഡ്രൈവർ ഒന്ന് ഉറങ്ങിപ്പോയി തോന്നുന്നു. വണ്ടിയുടെ കൺട്രോൾ ഒന്ന് പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ അവരത് ശരിയാക്കി. പക്ഷേ നമുക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇത്രയും ദൂരം വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ കൊണ്ടോട്ടി നേർച്ചയുടെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ്. കൊണ്ടോട്ടി ഫെസ്റ്റിലേക്കുള്ള വഴിയാണിട്ടത്. അപ്പം ഒരു മാസത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അന്ന് ഇനിയൊരു 5-6 ദിവസം കൂടി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താൻ നല്ല സമയമായി കേട്ടോ.